ഇന്ന് ഞാൻ വേറൊരു ഓണം സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് എല്ലാ തരം പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു ബൗൾ എല്ലാ പച്ചക്കറികളും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കഷ്ണങ്ങൾ വെന്തുടഞ്ഞ് പോവുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് നന്നായി വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നല്ല പുളിപ്പുള്ള തൈര് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 3/4 ഗ്ലാസ്സാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആ തൈരും കഷ്ണമൊക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരച്ച് ശർക്കര പൊടിച്ചിടുന്നുണ്ട് ഞാൻ. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, മധുരം ഇഷ്ടമില്ലെങ്കിൽ ശർക്കര ഇടണമെന്നില്ല. അപ്പോൾ ഞാനെന്തായാലും മധുരമുള്ള അവിയലാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് ഈ ശർക്കരയും കൂടെ ഇതിൽ വെന്ത് പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു മൂടി തേങ്ങയും അതുപോലെ 2-3 പച്ചമുളകും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഞാനിതിലേക്ക് ചേർത്ത പച്ചക്കറികൾ മുരിങ്ങക്കായ, കയ്പ്പയ്ക്ക, ചേന, ചേനയുടെ തണ്ട്, പയർ, ബീൻസ്, ക്യാരറ്റ്, ഇളവൻ, വെള്ളരിക്ക, മത്തൻ, പപ്പായ, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാ പച്ചക്കറി ഇതിലേക്ക് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.